നമസ്കാരം. 1201 കർക്കിടക മാസം, നമ്മുടെ മലയാള മാസത്തിൻ്റെ രാമായണ ആചരണ മാസം വന്നിരിക്കുകയാണ്. രാമായണം എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. കാരണം അതൊരു ഇതിഹാസമാണ്, സംഭവ കഥയാണ്. രാമായണത്തിലെ സംഭവ്യമെന്ന് പറയുന്നത് ഒരു കേട്ടുകേൾവി അല്ല. രാമായണം പല ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്, രാമായണം 100 കോടി ഗ്രന്ഥമുണ്ട് എന്ന് പറയുമ്പം അജ്ഞത മാറ്റുവാനുള്ള, നമ്മളുടെ അറിവിലേക്ക് നമ്മളെ നയിക്കുവാനുള്ള ഗ്രന്ഥമായിട്ട് രാമായണത്തിനെ നമ്മൾ കാണണം. ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രശ്നങ്ങളെ പരമാവധി ഉൾക്കൊള്ളിച്ച് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നും എങ്ങനെ അവ സ്വീകരിക്കപ്പെടേണ്ടതാണെന്നും എങ്ങനെ അംഗീകരിക്കേണ്ടവരെ എങ്ങനെ അംഗീകരിക്കണമെന്നും എങ്ങനെയാണ് അത്തരത്തിലുള്ള അറിവുകൾ നേടേണ്ടതെന്നും ഒക്കെ നമുക്ക് നന്നായിട്ട് പ്രതിപാദിപ്പിച്ച് ബോധ്യപ്പെടുത്തരുന്നതാണ് നമ്മുടെ രാമായണം. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പ്രഗത്ഭമായിരിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിനോട് ഒപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് രാമായണം. രാമായണത്തിനെ നമ്മൾ ആദ്യ കാവ്യമായിട്ട്, സാഹിത്യകൃതിയിലെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒന്നായിട്ട് രാമായണത്തിനെ കണക്കാക്കുന്നുണ്ട്. രാമായണത്തിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട സന്ദേശം, അതായത് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ഉള്ളിൽ ഈശ്വരീയത നിറഞ്ഞിരുന്നാൽ, നമ്മുടെ ഉള്ളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ലക്ഷ്യബോധമുണ്ടെങ്കിൽ, പരിപൂർണപരമായിരിക്കുന്ന ഏത് മഹാശത്രുവിനെയും തോൽപ്പിച്ച് ഏത് മഹാപ്രതി കടമ്പകളെയും തരണം ചെയ്ത് ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നാണ് ശ്രീമദ് മഹാരാമായണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമാം രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രോഗാഭിരാമ രാമ ശ്രീരാമ മമ ഹൃദി ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ.